മഹാഭാരത യുദ്ധത്തിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 14-ാം ദിവസത്തെ യുദ്ധം ജയദ്രഥന്റെ വധത്തിനു ശേഷവും രാത്രിയിലേക്ക് നീണ്ടുപോവുകയായിരുന്നു. ഇരുട്ടിൽ രാക്ഷസന്മാർക്ക് ശക്തി കൂടുമെന്നതിനാൽ കൗരവരുടെ പക്ഷത്തുള്ള അലംബുസൻ, അലായുധൻ തുടങ്ങിയ രാക്ഷസന്മാർ പാണ്ഡവ സൈന്യത്തിന് ഒരു ഭീഷണിയായി. ഈ ഘട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമനോട് പറഞ്ഞു, ഭീമ, ഈ രാക്ഷസന്മാരെ നേരിടാൻ നമുക്കൊരു രാക്ഷസൻ തന്നെ വേണം. നീ നിന്റെ പുത്രൻ ഘടോൽകജനെ വിളിക്കാനുള്ള സമയമാണിത്. ഭീമൻ തന്റെ പുത്രനായ ഘടോൽകജനെ വിളിച്ചു. ഭീമന്റെയും രാക്ഷസ രാജകുമാരി ഹിഡംബയുടെയും പുത്രനായ ഘടോൽകജൻ അമ്മയിൽ നിന്ന് ലഭിച്ച മാന്ത്രിക ശക്തികളാലും പറക്കാനുള്ള കഴിവിനാലും അനുഗ്രഹീതനായിരുന്നു. രാത്രിയിൽ അവന്റെ ശക്തിക്ക് ഇരട്ടി കരുത്തായിരുന്നു. പിതാവായ ഭീമന്റെ ആജ്ഞ കേട്ട് ഘടോൽകജൻ യുദ്ധത്തിലേക്ക് കുതിച്ചെത്തി. ഘടോൽകജന്റെ വരവ് കൗരവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. അവന്റെ മായാവിദ്യകളും അതിശയകരമായ ശക്തിയും കൗരവ സൈന്യത്തെ വിറപ്പിച്ചു. അവൻ ആകാശത്തിലൂടെ പറന്ന് ശത്രുക്കളെ ആക്രമിച്ചു. ഒരു ഭീമാകാരനായ രാക്ഷസനായി അവൻ രൂപാന്തരം പ്രാപിച്ച് കൗരവ സൈന്യത്തെ ചിതറിച്ചു. അവന്റെ ഓരോ നീക്കവും കൗരവർക്ക് കനത്ത പ്രഹരമായിരുന്നു. ദുര്യോധനനും കൂട്ടരും പരിഭ്രാന്തരായി. ഘടോൽകജന്റെ രൗദ്രത കണ്ടപ്പോൾ കർണൻ പോലും അമ്പരന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഘടോൽകജന്റെ ആക്രമണം കൗരവസേനയെ പൂർണ്ണമായി തകർക്കുമെന്ന നിലയിലായി. മറ്റു വഴിയില്ലാതെ കർണൻ തന്റെ കൈവശമുണ്ടായിരുന്ന ദിവ്യായുധമായ വാസവി ശക്തി പ്രയോഗിക്കാൻ നിർബന്ധിതനായി. ദേവേന്ദ്രൻ സമ്മാനിച്ച ഈ അസ്ത്രം ഒരിക്കൽ മാത്രമേ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അർജുനനെ വധിക്കാൻ വേണ്ടി കർണൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ദിവ്യായുധം ഘടോൽകജനു നേരെ കർണൻ പ്രയോഗിച്ചു. മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തിയ വാസവി ശക്തി ഘടോൽകജന്റെ ശരീരത്തിലേക്ക് തുളച്ചുകയറി. അഗാധമായ ഒരു നിലവിളിയോടെ ആ ധീരനായ രാക്ഷസ വീരൻ നിലം പതിച്ചു. 14-ാം രാവിൽ കർണന്റെ കൈകളാൽ ഘടോൽകജൻ വീര്യമൃത്യു വരിച്ചു. അവന്റെ മരണം ദാരുണമായിരുന്നു. പക്ഷേ അതൊരു വലിയ ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ്. കർണൻ ഘടോൽകജനെ വധിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ ആയുധം അർജുനനെതിരെ പ്രയോഗിച്ചേനെ. കൃഷ്ണന്റെ ഈ നീക്കം യുദ്ധത്തിലെ ധർമ്മ സങ്കീർണതകളെയും നന്മയുടെ വിജയത്തിനായി ചിലപ്പോൾ തിന്മകളെ പോലും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയെയും കാണിക്കുന്നു. അങ്ങനെ ഘടോൽകജന്റെ ത്യാഗം പാണ്ഡവരുടെ വിജയത്തിന് ഒരു നിർണായക ചുവടുവെപ്പായി മാറി. ഘടോൽകജന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധേ രാധേ.